അസ്സലാമലൈക്കും. സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിലൊരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 അണ്ടിപ്പരിപ്പും ഒരു 4-5 മുന്തിരിയും കൂടി ഇട്ട് നല്ലതുപോലെ ചുവന്ന് വരുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. കാലത്ത് എന്നും പലഹാരവും അതേപോലെ തന്നെ സാദാ ചോറും കൊണ്ടുപോയി മടുത്ത് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇനി നോൺ വെജ് പറ്റാത്ത കുട്ടികളാണെങ്കിൽ മുട്ടയുടെ പകരം പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ അവർക്ക് മുട്ടേനേക്കാളും ഏറ്റവും ഇഷ്ടമാകുമല്ലോ. ഇനി ഞാനിതേ പാനിൽ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പുഴുങ്ങിയെടുത്ത മുട്ട ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ചില സ്കൂളുകളിലൊന്നും പിന്നെ ചിക്കനോ അതുപോലെ മുട്ട ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് ഉള്ള ചോറുണ്ടാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരു സ്പൂണും കൂടി നെയ്യിട്ടതിന് ശേഷം 2 സവോള കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കുട്ടികൾക്കുള്ളത് കാരണം ഞാൻ അധികം ഒന്നും മുളകിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. സവാള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 മീഡിയം വലിപ്പമുള്ള തക്കാളി കട്ട് ചെയ്തതാണ്. ഈ തക്കാളിയുടെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നല്ലതുപോലെ തക്കാളി ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ മക്കൾ എന്താണോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോവുക. ഭക്ഷണം കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ചോറ് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. പിന്നെ ഇതുപോലൊക്കെ നമ്മൾ വെറൈറ്റിയൊക്കെ ആക്കി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഞാനിതിൻ്റെ കൂടെ തന്നെ മാഗിയുടെ പൗഡർ കിട്ടുന്നുണ്ടല്ലോ, അത് കുട്ടികൾ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. ആ പൗഡറിൽ നിന്നും 2 ടീസ്പൂൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, മാഗിയുടെ ടേസ്റ്റ് വരുമല്ലോ. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് 3 കപ്പ് വെള്ളമാണ് കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇടുന്ന വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. ഇനി തിളച്ച് വരുന്ന സമയത്ത് ഈ അരി കഴുകിയത് ഇതിലിട്ട് കൊടുക്കാം. ഇത് ഈ ബിരിയാണി അരി തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ചോറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി ഇതിൽ ഈസിയായി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുക്കറിൽ ഇതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം അരി കഴുകി ഒന്ന് വറുത്ത് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കിയാലും ഇതേപോലെ ചോറുണ്ടാക്കി കിട്ടും കേട്ടോ. പക്ഷെ ഞാനിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഏത് വേണമെങ്കിലും നമുക്ക് ഏതാണോ നമുക്ക് ഈസിയായി തോന്നുന്നു അതുപോലെ ചെയ്തെടുക്കാം. രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ല ഇഷ്ടമാവും ഇങ്ങനെ കൊടുത്ത് കിട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ കൂടെ തൈരോ അല്ലെങ്കിൽ പപ്പടമോ ഏതാണോ മക്കൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുത്താൽ പലഹാരം കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലതുമാണ്. എന്നാലോ ചോറാവും ചെയ്ത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു വിടുക. അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിരുന്നു. ഇനി നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. ഇനിയിപ്പോൾ കുട്ടികൾക്കല്ലെങ്കിലും നമുക്കും ഇത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കാരണം ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര മടിയാവും കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനത്തെ ദിവസം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.